എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഇന്നും തുടരുകയാണ്. നിരവധി വിമാനങ്ങളാണ് ഇന്നും റദ്ദാക്കിയത്. തിരുവനന്തപുരത്ത് നിന്നും 3 വിമാനങ്ങൾ ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഇനി വരാനുള്ള വിമാനങ്ങളും ഇവിടെ നിന്നും പുറപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ വിമാനങ്ങൾ റദ്ദാക്കുമെന്ന് യാത്രക്കാരെ അറിയിക്കുന്നുവെങ്കിൽ ഇന്നലെ അതുപോലും ഉണ്ടായിരുന്നില്ല. റദ്ദാക്കുന്ന കാര്യം പോലും യാത്രക്കാരെ അറിയിച്ചതില്ല. നിരവധി ആളുകളാണ് വന്നു പോകുന്നത്. ഇന്നലെയൊക്കെ വന്നിട്ട് തിരിച്ചു പോയതിനു ശേഷം വീണ്ടും ഇന്ന് രാവിലെ എന്തെങ്കിലും സാധ്യതയുണ്ട് എന്ന് തേടി ഇവിടെ വന്ന ആളുകൾ അടക്കമുണ്ട്. ചേട്ടാ, ഇന്നലെയും ചേട്ടൻ ഇവിടെ വന്നു പോയിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും വന്നു. വീണ്ടും ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോ ഇന്നലെ തന്നെ അവർ തന്നെയാണ് എനിക്ക് ഇന്നത്തെ ഡേറ്റ് ഇട്ട് ബുക്ക് ചെയ്ത് തന്നത്. രാവിലെ വന്നാൽ മതി, എന്നെ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ വന്നപ്പോഴും ഇവിടെ വന്നപ്പോൾ പറയുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ആണെന്ന് പറഞ്ഞു. എനിക്ക് ഇന്ന് അവിടെ എത്തിയേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി 12 മണിക്കകത്തെങ്കിലും അവിടെ ഇറങ്ങിയെങ്കിൽ എന്റെ വിസ കട്ടാവാതെ എനിക്ക് നിൽക്കാൻ പറ്റും. ഇപ്പൊ ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ എന്റെ വിസ കട്ടാവും, എന്റെ ജീവിതവും പാഴാവും. ഇവരിപ്പോ എന്താ പറയുന്നത്? അവരിപ്പോ പറയുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ അർബാബുമായിട്ട് സംസാരിച്ചിട്ട് ഡേറ്റ് മാറ്റി കിട്ടും എന്നാണ് അവർ പറയുന്നത്. എത്ര രൂപ ടിക്കറ്റ് ആയിരുന്നു ഇത്? 18,500. അടുത്താണ്. ഇന്നലെ വൈകുന്നേരം വന്നപ്പോ അവരെന്താ പറഞ്ഞു? ഇന്നലെ വൈകുന്നേരമല്ല, ഇന്നലെ രാവിലെയാണ് ഞാൻ വന്നത്. രാവിലെ ഞാൻ വന്നപ്പോൾ ഇത് ഫ്ലൈറ്റ് ഇല്ല, പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ജീവിതം പാഴായിപ്പോവും, ആത്മഹത്യ അല്ലാതെ വേറെ നിവൃത്തി എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് സംസാരം ഇതായപ്പോൾ ഇവിടത്തെ സാർ വന്നിട്ട് എനിക്ക് പറഞ്ഞ് ഇന്നത്തെ ഡേറ്റ് ഇട്ട് തരാം, എന്റെ പാസ്പോർട്ടിന്റെ കാലാവധിയൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞ് ഇത് മാറ്റി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചേട്ടാ, എവിടേക്ക് പോകാനായിട്ട്? മസ്കറ്റ് പോകാനായിട്ട് എത്തി. ഇവിടെ സംസാരിക്കുമ്പോൾ എന്താ പറയുന്നത്? ഇവര് പറയുന്നത് വേറെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് പോകാൻ പറയുന്നു. ഇവരുടെ ഫ്ലൈറ്റ് സർവീസ് ഇനി 15-ാം തീയതി കഴിഞ്ഞിട്ടേ നടക്കുമെന്ന് പറയുന്നു. പിന്നെ നമുക്കിപ്പോ അർജന്റാണ്, ലീവ് കഴിഞ്ഞതാണ്. ലീവ് അവർ രണ്ടാൾക്ക് ഇന്ന് ലീവ് കഴിയുന്നവർ നാളെ, എന്റെ ലീവ് നാളെ. അതുകൊണ്ട് നമ്മള് നിൽക്കുന്നു നോക്കി. അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു വേറെ ടിക്കറ്റ് എടുത്ത് പോകാൻ പറയുന്നു. വേറെ ടിക്കറ്റ് എന്ന് വെച്ചാൽ വേറെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് പോകും. വേറെ ഫ്ലൈറ്റിൽ ഇപ്പൊ ഒമാനെയറോ ഇൻഡിഗോയോ അങ്ങനെയുള്ള ഫ്ലൈറ്റുകളിൽ. അപ്പൊ വേറെ ഫ്ലൈറ്റില് സീറ്റ് നമ്മൾ തിരക്കുമ്പോൾ സീറ്റ് ഇല്ലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് നിങ്ങളൊരു സീറ്റ് എടുത്തതാ, ഒരു ടിക്കറ്റ് എടുത്താൽ വേണമെങ്കിൽ കൂടുതൽ കാശ് നമ്മൾ തരാണ് പറയുന്നു. അവരതിന് റെഡിയില്ല. അതുകൊണ്ട് അതിനുള്ള ഓപ്ഷൻ ഇല്ലാണ് പറയുന്നത് അവരുടെ കയ്യിൽ. ഇവരുടെ ഈ ഫ്ലൈറ്റ് എപ്പോൾ റെഡിയാകും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ധാരണയുണ്ടോ? സ്വാഭാവികമാണ്, അവരുടെ പ്രതികരണം ലഭ്യമല്ല. എന്ന് വെച്ചാൽ അവർ സംസാരിക്കാൻ തയ്യാറില്ല. അവരുടെ MD തന്നെ, അവരുടെ സ്ഥാപനത്തിന്റെ ഉടമ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ 15-ാം തീയതി കഴിയാതെ ഇത് റെഡിയാവാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ ഇവിടെ വന്നു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മറുപടി കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവരോട് മറ്റു ടിക്കറ്റ് എടുത്ത് പോകുക എന്നൊരു നിർദ്ദേശം നൽകി വിടുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ വന്ന് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ ഇന്നലെ മുതൽ കാണുന്നതാണ്. ഇന്നും അതുതന്നെയാണ്.